ദ ജേർണലിസ്റ്റിലേക്ക് ചെയ്തു കൂട്ടിയ പാതകങ്ങൾക്കൊക്കെ നരേന്ദ്രമോദിയും അമിത്ഷായും BJP നേതൃത്വവും എണ്ണി കണക്കു പറയുന്ന സമയമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നല്ല, 1000 പാതകങ്ങൾ, നൂറുകണക്കിന് കുതിരക്കച്ചവടങ്ങൾ, നിരവധി അട്ടിമറികൾ ഒക്കെ 10 വർഷം നീണ്ടുനിന്ന നരേന്ദ്രമോദിയുടെ ഭരണകാലയളവിൽ ഈ രാജ്യം കണ്ടിട്ടുണ്ട്. അതെല്ലാം തിരിച്ചടിക്കുകയാണ്. ഒന്നൊന്നായി കണക്കു പറയാതെ ഈ കാലത്തിലൂടെ കടന്നു പോകാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക്, ചെയ്തു കൂട്ടിയതിനൊക്കെ അനുഭവിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് BJP മാറുകയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഓരോ സംസ്ഥാനങ്ങളിലെയും ഭരണം പിടിക്കാൻ കോടികളെറിഞ്ഞുള്ള കുതിരക്കച്ചവടങ്ങൾ നടത്തിയ BJPക്ക് ഇപ്പോൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അതേ നാണയത്തിൽ തന്നെ കനത്ത തിരിച്ചടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. BJPയുടെ MP-മാർ, NDA ഘടകകക്ഷികളിലെ MP-മാർ ഒക്കെ ഇന്ത്യ മുന്നണിയോട് അടുക്കുന്ന സൂചനകൾ പലയിടത്തും തെളിഞ്ഞു കാണുകയാണ്. അല്ലെങ്കിൽ ഒരു തൂക്കുമന്ത്രിസഭയിൽ ചെറു പാർട്ടികളുടെ കാരുണ്യം കാത്ത് പ്രധാനമന്ത്രിയാകാൻ ഊഴം കാത്തിരിക്കുന്ന മോദിക്ക് ഞെട്ടലുണ്ടാക്കുന്ന വിധത്തിൽ പല ഘടകകക്ഷികളും അല്ലെങ്കിൽ തങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് കരുതിയവരും നിർണായകമായ ചില തീരുമാനങ്ങളിലേക്ക് പോവുകയാണ്. BJP തങ്ങളുടെ പ്രസ്റ്റീജ് വിഷയമായി കാണുന്ന, അല്ലെങ്കിൽ എങ്ങനെയും പിടിച്ചെടുക്കണമെന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കരുതുന്ന ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. മമതാ ബാനർജി എന്ന പെൺപുലിക്ക് മുമ്പിൽ വിജയിക്കാൻ ഇതുവരെ BJPക്ക് കഴിഞ്ഞിട്ടില്ല. അമിത്ഷായുടെ നേതൃത്വത്തിൽ നിരവധി കുതിരക്കച്ചവടങ്ങൾക്കുള്ള ശ്രമങ്ങൾ നടന്നു എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ നിയമസഭാ കാലയളവിൽ. പക്ഷേ അവിടെയൊന്നും വിജയം കാണാൻ BJPക്ക് കഴിഞ്ഞില്ല. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നാൽ, പ്രതിപക്ഷ നേതാക്കൾ മുട്ടുമടക്കാതെ നെഞ്ചുറപ്പോടെ തിരിച്ചടിക്കാൻ തയ്യാറായി നിന്നാൽ ചാണക്യതന്ത്രം വെറും ചാണകതന്ത്രമായി മാറുമെന്ന് പലവരും ബംഗാൾ തെളിയിച്ചിട്ടുണ്ട്. ഇത്തവണയും ബംഗാളിൽ BJPക്ക് വിചാരിച്ച ഒരു മുൻതൂക്കം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ തീരെ മോശമല്ല BJPയുടെ അവസ്ഥ. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം NDA മുന്നണി ഭരണത്തിലേറാനുള്ള തത്രപ്പാടുകൾ നടത്തുന്നതിനിടെ ബംഗാളിൽ BJP MP-മാർ കൂട്ടത്തോടെ തൃണമൂലിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മമതാ ബാനർജി കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാവായ അഭിഷേക് ബാനർജി ഇന്ത്യ മുന്നണി യോഗത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ബംഗാളിലെ BJP ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച BJP MP-മാർ, അവരിൽ ചിലർ തൃണമൂൽ കോൺഗ്രസുമായി അടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു എന്ന്. പ്രധാനമായും 3 MP-മാർ ഇത്തരത്തിൽ BJP പാളയം വിട്ട് ഇന്ത്യ മുന്നണിക്കൊപ്പം ചേരാൻ, തൃണമൂൽ കോൺഗ്രസിനൊപ്പം ചേരാൻ തയ്യാറായിട്ടുണ്ട് എന്നായിരുന്നു അഭിഷേക് ബാനർജിയുടെ വാക്കുകൾ. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും വലിയൊരു അട്ടിമറി ഇപ്പോഴല്ലെങ്കിൽ അധികം വൈകാതെ NDA പാളയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതകളേറെയാണ്. ഒന്ന്, NCP പിളർത്തി ശരത് പവാറിൻ്റെ പക്കൽ നിന്ന് BJP കൂടെ കൂട്ടി അധികാരം പിടിക്കാൻ ഉപയോഗിച്ച അജിത് പവാറും സംഘവുമാണ്. അവർ കട്ടക്കലിപ്പിലാണ്. അവരെ തോൽപ്പിക്കാൻ BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ ശ്രമമുണ്ടായി എന്നതടക്കമുള്ള ആരോപണങ്ങളുമായി അജിത് പവാറും സംഘവും പ്രത്യേക യോഗങ്ങൾ നടത്തി. അവർ ഇന്ത്യ മുന്നണി ഒന്ന് വിളിച്ചാൽ ചിലപ്പോൾ കൂടെ പോയേക്കുമെന്ന പ്രതീതി സൃഷ്ടിച്ച് BJPക്ക് ഉൾക്കിടിലമുണ്ടാക്കിയിരിക്കുകയാണ്. ഈ അജിത് പവാറിനെയും സംഘത്തെയും ശരത് പവാറിൽ നിന്ന് തെറ്റിച്ച് കൂടെ നിർത്തിയത് BJP തന്നെയാണ്. മഹാരാഷ്ട്രയിലെ ഭരണം പിടിക്കാൻ വേണ്ടി മഹാവികാസ് അഘാഡിയുടെ, ഉദ്ധവ് താക്കറെയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ അവിടെ രൂപീകരിച്ച സർക്കാരിനെ പൊളിക്കാൻ വേണ്ടി ഈ അടുത്ത കാലത്ത് BJP നടത്തിയൊരു ഓപ്പറേഷൻ താമരയായിരുന്നു അത്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ നിന്ന് പിളർത്തിക്കൊണ്ടുവന്ന, അല്ലെങ്കിൽ ശിവസേനയിൽ നിന്ന് പിളർത്തിക്കൊണ്ടുവന്ന ഏക്നാഥ് ഷിൻഡെ വിഭാഗം, ഈ ഏക്നാഥ് ഷിൻഡെ വിഭാഗവും ഏതാണ്ട് സമാനമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അതായത് തങ്ങളുടെ വിഭാഗത്തെ പിളർത്താനോ നശിപ്പിക്കാനോ വേണ്ടി BJP പ്രവർത്തിച്ചു എന്ന്. തോൽവിയുടെ ഉത്തരവാദിത്വം, അതായത് BJPക്ക് മഹാരാഷ്ട്രയിൽ ഉണ്ടായ കനത്ത തിരിച്ചടിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ദേവേന്ദ്ര ഫട്നാവിസ് എന്ന അവിടുത്തെ ഉപമുഖ്യമന്ത്രി രാജിക്കൊരുങ്ങുന്നു എന്ന വാർത്തകൾ വന്നിരുന്നു. അല്ലെങ്കിൽ വലിയ തോതിലുള്ള ആഭ്യന്തര പ്രശ്നം NDAയിൽ BJPയിൽ മഹാരാഷ്ട്രയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ ഏക്നാഥ് ഷിൻഡെ വിഭാഗവും ശരത് പവാറിൽ നിന്ന് തെറ്റിപ്പോയ അജിത് പവാർ വിഭാഗവും ബംഗാളിൽ BJPയിൽ നിന്ന് മാറാൻ പോകുന്നുവെന്ന് അഭിഷേക് ബാനർജി പറഞ്ഞ ആ വിഭാഗവും ഒക്കെ ചേർന്നാൽ 10-ലധികം MP-മാർ ഒറ്റയടിക്ക് ചിലപ്പോൾ ഇന്ത്യ മുന്നണി വിചാരിച്ചാൽ അവരുടെ കൂടെ വരാൻ തയ്യാറായിട്ടുണ്ട് എന്ന പ്രതീതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇന്ന് മാത്രമല്ല, BJPക്കൊപ്പം NDAക്കൊപ്പം ഇപ്പോൾ സ്വതന്ത്ര പിന്തുണ കൊടുത്തു പോയ TDPയും അതുപോലെ തന്നെ JDUവും നിതീഷ് കുമാറിൻ്റെ പാർട്ടിയും അതുപോലെ ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിയുമൊക്കെ എല്ലാ കാലത്തും NDAയിൽ തന്നെ തുടരും. അതായത് നരേന്ദ്രമോദി 3.0 സർക്കാർ, ആ സർക്കാരിൻ്റെ കൂടെ 5 വർഷവും തികച്ചുണ്ടാകുമെന്ന ഒരു ഉറപ്പും ആർക്കുമില്ല. കാരണം അവരുടെ ചരിത്രം അങ്ങനെയാണ്, അവരുടെ വർത്തമാനകാല ഇടപെടലുകൾ അങ്ങനെയാണ്. BJPയോട് വലിയ വലിയ ആവശ്യങ്ങളാണ് അവർ ഉന്നയിച്ചത്. ചിലപ്പോൾ BJPയുടെ ചില കാർക്കശ്യത്തിന് മുന്നിൽ അല്ലെങ്കിൽ ചില ഇടപെടലുകൾക്ക് മുന്നിൽ നിലവിൽ BJP പറയുന്നതൊക്കെ കേട്ടൊരു സർക്കാർ രൂപീകരണത്തിലേക്ക് അവർ പോയാലും അത് സുരക്ഷിതമായൊരു പോക്കാണ് എന്ന് നെഞ്ചുറപ്പോടെ BJPക്ക് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഭാവത്തിൽ BJPയുടെ കേവല ഭൂരിപക്ഷത്തിൽ മുന്നോട്ട് പോകുന്നു എന്ന് ഒരിക്കലും BJPക്ക് പറയാൻ കഴിയില്ല. കാരണം കേവല ഭൂരിപക്ഷമില്ല. അപ്പോൾ സ്വാഭാവികമായും തൂങ്ങിയാടുന്നൊരവസ്ഥയിൽ ഏത് നിമിഷവും നിലം പൊത്താമെന്ന സാഹചര്യം മുന്നിൽ കണ്ട് ഭീതിയോടെ ആ ഭയം, പണ്ട് ചെറുപാർട്ടികളെയൊക്കെ തകർക്കാൻ ഓരോ സംസ്ഥാനത്തെയും ഭരണം പിടിക്കാൻ കുതിരക്കച്ചവടം നടത്തി അവിടുത്തെ പ്രധാനപ്പെട്ട, അതായത് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഭരണം കൊടുത്ത പാർട്ടികളെ പൊളിച്ച് അവിടെ കുതിരക്കച്ചവടത്തിലൂടെ അധികാരത്തിലേറിയപ്പോൾ അന്ന് ആ ചെറുപാർട്ടികൾക്കൊക്കെ ഉണ്ടായ ഭീതി, ഭയം, വിഷമം, ആശങ്ക ഒക്കെ ഇപ്പോൾ നേരിടുന്നത് BJPയാണ്. അതൊരു വലിയ തിരിച്ചടിയാണ്. കാലത്തിൻ്റെ കണക്ക് പുസ്തകം എന്ന് പറയുന്നത് പോലെ, കണക്ക് ചോദിക്കാതെ കാലം കടന്നു പോയിട്ടില്ല എന്ന് പറയുന്നത് പോലെ BJP നിന്നുഴറുകയാണ്. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടെന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ ഒന്നിനുമില്ല, പ്രതിപക്ഷത്തിരിക്കുകയാണ്. ആ ഇരിപ്പെന്ന് പറയുന്നത് മൂന്നാം മോദി സർക്കാർ വല്ലാതെ പരിഭ്രമിക്കുന്നതും ഈ പറയുന്ന ഘടകകക്ഷികളുമൊക്കെയായി എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് അതിൻ്റെ ഒരു രസം കാണാനും വേണ്ടി തന്നെ ആയിരിക്കും. കാരണം ഇത്രയും നാൾ കഴിഞ്ഞ 21 വർഷത്തെ കരിയറിൽ, തൻ്റെ പൊളിറ്റിക്കൽ കരിയറിൽ നരേന്ദ്രമോദി എന്ന കരുത്തനായ രാഷ്ട്രീയ നേതാവ് ഒരിക്കലും അനുഭവിക്കാത്ത പ്രതിസന്ധികളിലൂടെ ആയിരിക്കും അദ്ദേഹം കടന്നു പോകുക എന്ന് മറ്റാർക്കുറപ്പില്ലെങ്കിലും മോദിക്ക് തന്നെ നല്ല ഉറപ്പുണ്ട്. അപ്പോൾ പിന്നെ പ്രതിപക്ഷത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ. എന്തായാലും പ്രതിപക്ഷം എടുത്ത നിലപാട് നിർണായകമായ, മാതൃകാപരമായ നിലപാടാണ്. ഒരു കുതിരക്കച്ചവടത്തിനും ഞങ്ങളില്ല, ഞങ്ങൾ പ്രതിപക്ഷ ബ്ലോക്കിൽ ഇരിക്കുകയാണ്, പക്ഷേ ഒരു അവസരം വരുമ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്യും. ഇന്നലെ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഒക്കെ പറഞ്ഞ കൃത്യമായ ക്ലിയർ കട്ട് സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് BJPക്ക് ഒരു പണി കൊടുക്കണമെന്ന് തീരുമാനിച്ചിറങ്ങിയാൽ ആ പണി ഞങ്ങൾ കൊടുക്കും. പക്ഷേ ഇപ്പോൾ BJPയെ അനുഭവിക്കാൻ വിടുകയാണ്. അധികാരത്തിൻ്റെ സുഖമായിരിക്കില്ല, മറിച്ച് ഇത്രയും കക്ഷികളെ, പ്രാദേശിക പാർട്ടികളെ ഒക്കെ ചേർത്ത് നിർത്തി അവരുടെ കരുണയിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പണ്ടത്തെ പോലെ അമിത്ഷായും മോദിയും മാത്രമിരുന്ന് തീരുമാനിച്ചാൽ നടപ്പാകുന്ന കാര്യങ്ങളൊന്നും നടപ്പാവുകയില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, ആശയക്കുഴപ്പങ്ങൾ, ആശങ്കകൾ, പൊട്ടിത്തെറികൾ അതൊക്കെ ഒന്ന് കാണട്ടെ എന്ന മട്ടിലാണ് പ്രതിപക്ഷം ഇരിക്കുന്നത്. എന്തായാലും BJPയുടെയും NDAയുടെയും ഒക്കെ ഭാഗമായിട്ടുള്ള MP-മാർ ഏതു നിമിഷവും അപ്പുറം ചാടാമെന്ന ഭീതിയോടുകൂടിയാണ് BJP മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ ഇന്ത്യ മുന്നണി ഇപ്പോൾ വിചാരിച്ചാൽ പല അട്ടിമറികളും നടത്താൻ അവർക്ക് സാധിക്കും. അവരത് ചെയ്യുന്നില്ല എന്ന് മാത്രം. BJPക്ക് വല്ലാത്ത ദുരിതത്തിൻ്റെയും അപ്രവചനീയതയുടെയും ഭീതിയുടെയും നാളുകളാണ് വരുന്നത്. പണ്ട് മറ്റുള്ളവരോട് ചെയ്തതൊക്കെ ഇപ്പോൾ സ്വന്തം നെഞ്ചത്തേക്ക് വന്ന് തറയ്ക്കുകയാണ് എന്ന് സാരം.